നമ്മുടെ പൈലച്ചേട്ടന്റെ കിണറ്റിൽ പാമ്പ് വീണല്ലോ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ്? നിന്റെ വായനെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ പാപ്പച്ചൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും. ദേ വാട്സപ്പിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളോ? ആ കാണിച്ച്. ദേ നോക്ക്. മാറി ചോക്കൂട്ടെ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചോദിച്ചാടാ, ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ് അടിച്ച് നേന്ത്രക്കൊലയായനെ. മൂർഖനോടാ കയറേ കെട്ടി കളി. അഹങ്കാരി, നീ ആ ജീവനാന്ത കാലം കളിയായിരിക്കണം. ഒരിക്കലും പറക്കാത്ത കളി. ബിജു, ആ രണ്ട് അടിപ്പട്ടി കൊണ്ട് വെട്ടിയിട്ട് ഒരു ചൂടിനുള്ളത്. രാജവെമ്പാല വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. പാപ്പിയങ്ങള് നീ പോന്നു? കുറച്ചു നേരമായി. ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം നിന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെയും വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയനെ. ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിയിട്ടെ വണ്ടി കയറ്റിക്കോ. കരിക്കെടുക്കല്ലേ? യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളിക്കണ്ടർ തന്നെ രക്ഷ. നമ്മുടെ പൈലിച്ചേണ്ട കണ്ടറേ പറ്റി. എടാ, കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ, അങ്ങനെ കിടക്കണോ പാപ്പച്ച? അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പര് ശ്വാസം ഉണ്ടോ? അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം ഒരു കൈ ഒടിഞ്ഞു. എടാ, 70 വയസ്സായ നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ, അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതല് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലേലും എന്നെ കോപ്പിന് അപ്പച്ചനത് എണ്ണയിടൽ മാത്രല്ലേ ഉള്ളൂ. അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ, നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. തുറക്കം അങ്ങോട്ട്. എടാ അച്ചു, പോലെ ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. 1 കിലോ കാണും. അങ്ങ് തോട്ടില്ലേ തന്നെ. ഈർക്കിൽ കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 കിലോ ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് തൂക്കി നടക്കുമോ? എടാ, മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോൾ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ കുറിച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ. അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീട് ഉപ്പ് നോക്കണ്ടേ? ഉണ്ടാക്കിയാ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ? മുതുകോതരപ്പം കൊണ്ട് പോയതോ. എന്തിനേയും പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ, മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ, എന്റെ അമ്മേനെ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യോ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ, തേങ്ങ മൊത്തം ഇറക്കിക്കോ. റീനെ, കല്ല് ഇറക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ? ചൂണ്ടേന്ന് ഊരാൻ തന്നെ വിളച്ചിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി, നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് നോക്കി ഇരിപ്പുണ്ട്. അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം. കിട്ടിയ പ്രണ്ടന അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യടി. ചേട്ടായി, ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ, കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ? എന്നാ തരാനുണ്ടോ?
അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പെട്ടെന്ന് വിട്ടു ചെയ്യാൻ പൊഴിയായിരുന്നു. പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നു. പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ. ഹലോ, എത്ര എ പ്ലസ് ഉണ്ട്? 2? ആ നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കൊച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളെ എന്തായി? ആ ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+. മൊത്തത്തിൽ A+ഓ? അതെ അതെ. അല്ല എല്ലാത്തിനും? എല്ലാത്തിനും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാൻ ഞാൻ? അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. അല്ല ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും? ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. ഓ ആ നോറി എങ്ങോട്ടിരുന്നിട്ട് തലയ്ക്ക് പിടിച്ച ഓണം ഇടുന്നുണ്ട്. അയ്യോ അമ്മേ, മണിക്കുട്ടി കിണറ്റി കിടക്കുന്നേ. ഒന്ന് ഓടി ചെല്ല് മനുഷ്യ. നോക്കട്ടെ, നീ ആ ചായപ്പിന്ന് കയറുന്നില്ല എടുത്തുണ്ടോ? അപ്പൊ പട്ടി കടിച്ചു കയറി തന്നെ? അതെന്നാ വാറുണ്ണിയേട്ടനറുത്ത എരുമ ഗർഭിണിയായിരുന്നു, അതിന്റെ കുട്ടിയാ. അന്ന് രാത്രി തന്നെ മാത്തച്ചായൻ അങ്ങേരുടെ ഇറച്ചിക്കട കത്തിച്ചു. മൊത്തം ഡാർക്കാണല്ലോ. ഞാനിവിടെ വെച്ചിരുന്നല്ലോ. ഞാനറിയാതെ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ തോർത്തെടുക്കല്ലെന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ല. വാടാ വാടാ വെച്ച് 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 വാടാ വാടാ വാടാ. എടാ കൊല്ലുള്ള കുല്ല അങ്ങോട്ട് കയറി കയറി എന്നോട് നെല്ല് നിൽക്കുന്നത് വന്ന് 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 വെച്ച് ഇവിടെ വെച്ചോ. ഇനി പബ്ജി 1 കിലോ. അയ്യോ പഞ്ചസാര എടുത്തോ. സവാള 1 കിലോ കൂടി. സവാള ഇല്ല ഉണ്ടല്ലോ. സവാള ഇല്ല. ഗുണ്ട ജയൻ അല്ലേ? അല്ല സാറേ, ജയൻ. അതെന്താടാ, ഗുണ്ടായിസമൊന്നും ഇല്ലേ? എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ? കുഴപ്പമില്ല സാറേ. പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോടാ? എന്താ സാറേ? അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവൻ കുറച്ച് ഉടായ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറേ, അതവൻ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ പണ്ടേ വിട്ടു. വർഗീസ് സാറിന് അറിയാം.
ഞാനിപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ ഒരുപാട് നാളായി. ഒരു കാര്യം ചെയ്യ്, നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ. സാറേ നാളെ എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. എന്താ ഞാൻ നിന്റെ സൗകര്യം നോക്കണം? അല്ല സാറേ, എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പാണ് നാളെ. പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു. വർഗീസേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ചേട്ടാ ബാലൻസ്. അപ്പോൾ നിനക്ക് സവാള വേണ്ടേ? എന്താണ് ഉദ്ദേശം? അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു. നിന്നെ വളർത്തി ഇത്ര ആക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാനും എനിക്കറിയാം. ചേട്ടാ മതി, പോട്ടെ. എന്താടി അഞ്ചു? ചേട്ടാ, അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക്? നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം. തൽക്കാലം വേണ്ട. ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്ന്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. നേരത്തെ വരായിരുന്നു. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ടോ? എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ഇവിടുത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ്. കട്ട് ചെയ്ത് മണിച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലേ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ഞാനല്ല ശരി ചെറുക്കണത്. ഒരുമിച്ചാ വന്നേ? അതെ ഒരുമിച്ചാ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? അതെ. മാമൻ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി, ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്.
ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാര് ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. മോളെ ഒന്ന് അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ച ചെയ്ത്. പുരുഷനല്ലേടാ? അല്ല, സ്ത്രീ. എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. ഹായ്. എന്താ ഡാർലിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ആഹാ. ആ ശരി എന്നാ, ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ദേ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനല്ലേ ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി. ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാറുണ്ടോ? റജി, ആ ചേട്ടാ, സൂര്യ വിളിക്കുന്നു, ഞാൻ ഒന്ന് പോയി നോക്കിട്ടെ. അത് നോക്കിയാലോ? ആ നീ വന്ന്. നീ അവനെ കണ്ട? പിന്നെ അഞ്ചനായിട്ട് സംസാരിച്ചോണ്ട് അഞ്ജുവിന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പൊ മറ്റേ അഞ്ജുനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. എടാ നീ ഇതെന്ത് തേങ്ങ കാണിക്കുന്നു?